മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയായിരുന്നു ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളെക്കുറിച്ച് പ്രതിനിധികൾ തുറന്നടിച്ചത്. പാർട്ടി സെക്രട്ടറിക്കും തിരുത്തൽ വേണമെന്ന് ഇന്നത്തെ ചർച്ചയിൽ നേതാക്കൾ പറഞ്ഞു. പോലീസ് സ്റ്റേഷനുകളിൽ ഇരകൾക്ക് നീതി കിട്ടുന്നില്ല. എം.വി. ഗോവിന്ദന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ പോകണമെന്നായിരുന്നു വനിതാ പ്രതിനിധിയുടെ പരിഹാസം. പാർട്ടിയിൽ വനിതകൾക്ക് പ്രാതിനിധ്യമില്ലെന്നും വിമർശനമുണ്ടായി. നിശ്ചിത പാർട്ടി പദവികളിൽ സ്ത്രീകളെ പരിഗണിക്കണമെന്ന് സർക്കുലർ ഇറക്കാനുള്ള ആർജവമുണ്ടോയെന്നും ചോദ്യമുയർന്നു. കോടതി വ്യവഹാരത്തിലൂടെ എം.ആർ. അജിത് കുമാറിന് DGP ആകാൻ കഴിയുമെന്നിരിക്കെ സർക്കാർ ആരോപണ വിധേയനെ സംരക്ഷിക്കുന്നതിലും വിമർശനമുണ്ടായി. തിരുവനന്തപുരം നഗരസഭയുടെ പ്രവർത്തനത്തെക്കുറിച്ചും രൂക്ഷ വിമർശനമുയർന്നു. അവാർഡുകൾ കൊണ്ട് കാര്യമില്ല എന്നും ജനങ്ങളുടെ പിന്തുണയാണ് 2025 തിരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്താൻ വേണ്ടതെന്നും കുറ്റപ്പെടുത്തി. അതേസമയം മേറെ മാധ്യമങ്ങളും പ്രതിപക്ഷവും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്നും ചിലർ അഭിപ്രായപ്പെട്ടു. മംഗലപുരം ഏരിയ സെക്രട്ടറിയായിരുന്ന മധു മുല്ലശ്ശേരി BJPയുമായി അടുക്കുന്നത് അറിഞ്ഞിട്ടും തടയാൻ കഴിഞ്ഞില്ലെന്ന വിമർശനം സംഘടനാ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. എന്നാൽ മധു മുല്ലശ്ശേരി കഴക്കൂട്ടം വഴി പോയപ്പോൾ വെറുതെ കസേരയിൽ കയറി ഇരുന്നതല്ലെന്ന് പറഞ്ഞ പ്രതിനിധികൾ ജില്ലാ സംസ്ഥാന നേതൃത്വത്തെയും കുറ്റപ്പെടുത്തി. നാളെയാണ് പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത്. വൈകിട്ട് വിഴിഞ്ഞത്ത് ജില്ലാ സമ്മേളനത്തിന്റെ സമാപന പൊതുയോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ആദ്യം നടന്ന കൊല്ലം ജില്ലാ സമ്മേളനത്തിലും ഇപ്പോൾ നടക്കുന്ന തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് സർക്കാർ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ്, തിരുത്തലുകളെക്കുറിച്ചാണ്. ഏതു തരത്തിൽ അതെല്ലാം ഉൾക്കൊള്ളുമെന്നാണ് കണ്ടറിയേണ്ടത്. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.